നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്ന് തിങ്കളാഴ്ച സൂര്യോദയം കാലത്ത് 6:47, അസ്തമയം വൈകിട്ട് 6:30 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ഇന്നത്തെ തിഥി കാലത്ത് 9:05 വരെ ഷഷ്ഠി തിഥിയാണ്. ഇന്ന് ഷഷ്ഠിവ്രതം ആചരിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഷഷ്ഠി 6 നാഴികയില്ല, 5 നാഴിക 45 വിനാഴിക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തലേന്നാൾ ഷഷ്ഠിവ്രതം ആചരിക്കുവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞത്. എങ്കിലും നിങ്ങൾക്ക് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യാം, യാതൊരു ദോഷവുമില്ല. സുബ്രഹ്മണ്യന് അതൃപ്തിയുമൊന്നും ഉണ്ടാകില്ല. ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. നിങ്ങൾക്കറിയാം ഭരണി ഒരു ശുഭനക്ഷത്രമാണോ? ഞാൻ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഭരണി ഒരു ശുഭനക്ഷത്രമല്ല. യമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണി നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമൻ, രുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ടയവി 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഖി ആയില്യം, പൂരം, പൂരാടം, പുരുരുട്ടാതി, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയുക. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിനത്തിന് ശരിക്കും ഞാൻ സമയം നൽകില്ല. എങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയങ്ങളിലുണ്ടെങ്കിൽ ഇന്നത്തെ ദിനം കാലത്ത് 11:45 മുതൽ 12:45 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. ഇടവൻ രാശിയാണ്, നല്ല കാലഹോരയാണെന്ന് കൂടെ അറിയുക. ഇന്ന് നിർബന്ധമായും തിങ്കളാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭരണി നക്ഷത്രമാകാൻ സുബ്രഹ്മണ്യ പ്രീതി ചെയ്തു കഴിഞ്ഞു. അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി ചെയ്യുക. അവിടെ ഭദ്രകാളി അമ്മക്ക് കർമ്മമുട്ടി ചെയ്യുക, ദേഹമുട്ടി ചെയ്യാം, അല്ലെങ്കിൽ ശത്രുമുട്ടി ചെയ്യാം. നല്ല ഫലങ്ങൾ ലഭിക്കുന്നത്. ഭദ്രകാളി മന്ത്രം ചെയ്യുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഇതാണ് ഭദ്രകാളിയുടെ മൂലമന്ത്രം. അപ്രകാരം സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ചെയ്യാം. ഓം ഭജദ്ഭുവേ നമഃ. പഠനത്തിന് ഏറ്റവും നല്ലതാണ്, സന്താന ശ്രേയസ്സിന് നല്ലതാണ് സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത്. ഇപ്പോൾ ഗവേഷകനായ വിദ്യാർത്ഥിയായ ഞാൻ ദിവസവും സുബ്രഹ്മണ്യനെ ഭജിക്കും. ഓം ഭജദ്ഭുവേ നമഃ. എൻ്റെ പഠനത്തിൻ്റെ പൂർണ്ണത, എൻ്റെ റിസർച്ചിൻ്റെ പൂർണ്ണതക്കായിക്കൊണ്ട്. അപ്രകാരം നിങ്ങൾക്കും പഠിക്കാം, നിങ്ങൾക്കും ജപിക്കാം, അല്ലേ? സുബ്രഹ്മണ്യൻ്റെ പര്യായങ്ങളാണ് സ്കന്ദൻ, അറുമുഖൻ, ഷൺമുഖൻ, വേലായുധൻ. ഇതൊക്കെ സുബ്രഹ്മണ്യൻ്റെ പര്യായങ്ങളാണ്. പക്ഷേ വാക്കിൻ്റെ ദേവതയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് നല്ല വാക്ക് തരുന്നു. അതുകൊണ്ടാണ് ഓം വജദ്ഭു എന്ന പര്യായത്തെ ഓം വജദ്ഭുവേ നമഃ എന്ന് ഞാൻ ജപിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.